ഒരു ചാമ്പ്യൻസ് ലീഗ് നോക്കൌട്ടിൻ്റെ എല്ലാ ആവേശവും നിറഞ്ഞ ഈ മത്സരം നശിപ്പിച്ചത് റഫറിയാണ്. ആ റെഡ് കാർഡിന് പിന്നാലെ മത്സരം അവസാനിച്ചു. ബയേണിനെതിരായ ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനലിന് ശേഷം മാധ്യമങ്ങളെ കണ്ട റയൽ പരിശീലകൻ അൽവാരോ അർബലോവ പറഞ്ഞു തുടങ്ങി. അതുപോലൊരു ഇൻസിഡൻറ്റിന് റഫറി റെഡ് കാർഡ് നൽകിയെന്ന് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. കമാവിങ്ങ ഓൾറെഡി ഒരു യെല്ലോ കാർഡ് വാങ്ങി നിൽക്കുന്ന കാര്യം റഫറി മറന്നുവെന്ന് തോന്നുന്നു. മത്സരത്തെ പറ്റിയുള്ള ചോദ്യങ്ങൾക്ക് മുമ്പേ അർബലോവ മാധ്യമങ്ങളോട് പറഞ്ഞു തുടങ്ങി. മാച്ച് ക്ലോക്കിൽ 1 മിനിറ്റ് തികയും മുമ്പേ റയലിൻ്റെ ആദ്യ ഗോൾ വന്നു. അതും കഴിഞ്ഞ പദത്തിൽ ബയേണിൻ്റെ ഹീറോയായ സാക്ഷാൽ മാനുവൽ നോയറിൻ്റെ പിഴവിൽ നിന്ന്. പിന്നെ അടിയായി, തിരിച്ചടിയായി, അതിന് മറുപടിയായി. 7 ഗോൾ പെയ്തിറങ്ങിയ യൂറോപ്യൻ ക്ലാസിക്കോടൊടുക്കം അലിയൻസ് അരീനയിൽ ആതിഥേയർ സെമി ബർത്തുറപ്പിക്കുമ്പോൾ 2024 സെമിഫൈനലിലെ ദുഃഖം ബയേൺ ഒരു പരിധിവരെ മറന്നിരിക്കണം. 35 സെക്കൻഡ് ബെർണബ്യൂവിൽ 90 മിനിറ്റ് കളിച്ച് ബയേൺ നേടിയ ഒരു ഗോൾ ലീഡിന് അഗ്രിഗേറ്റിൽ ഒപ്പം പിടിക്കാൻ റയലിന് വേണ്ടി വന്നത് വെറും 35 സെക്കൻഡാണ്. തന്നിലേക്ക് വന്ന മൈനസ് പാസിനെ അഡ്വാൻസ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ന്യൂയറിന് പിഴച്ചപ്പോൾ അർദ ഗുള്ളറിന് അതൊരു ഗോൾഡൻ ചാൻസ് ആയിരുന്നു. 1/2 സെക്കൻഡ് പോലും ചിന്തിച്ചിരിക്കാതെ ഗുള്ളർ തൻ്റെ ഇടങ്കാലം കൊണ്ട് പന്ത് വലയിലേക്ക് ഊർത്തിയിറക്കി. 1 കിട്ടിയാൽ 2 തിരിച്ചു കൊടുക്കണം. വിൻസെൻ്റ് കമ്പനിയുടെ ബയേൺ അങ്ങനെയാണ്. അതിന് മൂർച്ചയുള്ള ആയുധങ്ങളുമായി തന്നെയാണ് അവർ കളിക്കാൻ ഇറങ്ങിയതും. അതുകൊണ്ട് തന്നെ മത്സരത്തിലെ റയലിൻ്റെ ലീഡ് വെറും 5 മിനിറ്റിൻ്റെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജോഷോ കിമിച്ചിൻ്റെ കോർണർ തലവെച്ച് യുവതാരം അലക്സാണ്ടർ പാവ്ലോവിച്ച് മത്സരത്തിൽ ബയേണിനൊപ്പം എത്തിച്ചു. അഗ്രിഗേറ്റിൽ ആതിഥേയർ വീണ്ടും 1 ഗോളിന് മുന്നിൽ. 6 മിനിറ്റിനിടെ 2 ഗോളുകൾ. വരാനിരിക്കുന്നൊരു ഗോൾ മഴയുടെ ട്രെയിലറായിരുന്നു അലിയൻസ് അരീന വേദിയായ ഈ ക്ലാസിക് പോരാട്ടത്തിൻ്റെ ആദ്യ മിനിറ്റുകൾ. ഒരറ്റത്ത് എംബാപ്പയും വിനിയും ചേർന്ന് ആക്രമണങ്ങൾ നെയ്തപ്പോൾ ഒലീസെ, കെയ്ൻ, ലൂയിസ് ഡിയാസ്, ഗ്നാബ്രി എന്നീ 4 സംഘമായിരുന്നു ബയേണിൻ്റെ പവർ ഹൗസുകൾ. ഇരു ടീമിൻ്റെയും പ്രതിരോധ നിരക്ക് മത്സരത്തിലുടനീളം പിടിപ്പത് പണിയായിരുന്നു. 3ാം ഗോളിനായി കാത്തിരുന്ന ആരാധകരെ തേടി 29ാം മിനിറ്റിൽ ഒരു ഫ്രീ കിക്ക് വന്നു. കിക്കെടുക്കാൻ നിന്നത് അലക്സാണ്ടർ അർണോൾഡും അർദ ഗുള്ളറും. ഫ്രീ കിക്കുകൾ അനവധി വലയിലെത്തിച്ച ട്രെൻഡ് ആ കിക്കെടുക്കുമെന്നായിരുന്നു റയൽ ആരാധകരുടെ പ്രതീക്ഷ. ബയേൺ താരങ്ങളും ഒരുപക്ഷെ അതുതന്നെ ചിന്തിച്ചു കാണണം. അവിടെയാണ് അർദ ഗുള്ളർ സർപ്രൈസ് ക്യാമിയോയുമായി വരുന്നത്. ബയേണിൻ്റെ 5 മെൻ വാളിന് മുകളിലൂടെ സാക്ഷാൽ മാനുവൽ നോയറിനെ മറികടന്ന് ഗുള്ളറിൻ്റെ ഇടങ്കാലൻ കിക്ക് പോസ്റ്റിൻ്റെ വലതുമൂലയിൽ വിശ്രമിച്ചു. അഗ്രിഗേറ്റിൽ റയൽ വീണ്ടും ബയേണിനൊപ്പം എത്തി. നോയറിനെ മറികടന്ന് ഒരു ഫ്രീ കിക്ക് വലയിലെത്തുന്നു. അപൂർവങ്ങളിൽ അപൂർവമായ കാഴ്ച കണ്ട് ഗാലറി ഒന്നാകെ കോരിത്തരിച്ചു. പിന്നാലെ ലീഡെടുക്കാൻ ഇരു കൂട്ടറും തുനിഞ്ഞിറങ്ങിയതോടെ മത്സരാവേശം ഇരട്ടിയായി. 36ാം മിനിറ്റിൽ ബയേണിൻ്റെ മികച്ചൊരു ഗോൾ ശ്രമം ലുനിൻ തടഞ്ഞിട്ടെങ്കിലും തൊട്ടടുത്ത മിനിറ്റിൽ ഗോൾ വന്നു. ഉപമാക്കാനോ നൽകിയ പാസിനെ കെയ്ൻ പോസ്റ്റിൻ്റെ വലതുമുലയിലേക്ക് അടിച്ചു കയറ്റുമ്പോൾ റയൽ ഡിഫൻസ് ഒന്നാകെ നോക്കുകുത്തികളായി. എന്നാൽ ഇടവേളയ്ക്ക് പിരിയും മുമ്പേ വിനിയുടെ പാസിൽ എംബാപ്പെ ന്യൂയറെ കീഴടക്കിയതോടെ അഗ്രിഗേറ്റ് സ്കോർ 4-4 45 മിനിറ്റ് 5 ഗോളുകൾ. അഗ്രിഗേറ്റിലാകെ പിറന്നത് 8 ഗോൾ. ആവേശത്തിൻ്റെ പീക്ക് മൊമെൻറ്റ്സ് ആണ് റയൽ ബയേൺ ഫിക്സർ ആരാധകർക്ക് നൽകിയത്. ഇതിൻ്റെ തുടർച്ച 2ാം പകുതിയിലും കാണാമെന്ന് എല്ലാവരും കരുതി. ആ കണക്കുകൂട്ടലുകൾ തെറ്റിയതുമില്ല. 2 ഗോൾ പോസ്റ്റിലേക്കും ഷോട്ടുകൾ വെടിയുണ്ട കണക്കെ പാഞ്ഞു. ന്യൂയറിനും ലുനിനും ഗോൾ ബാറിന് കീഴിൽ കാര്യമായ അധ്വാനം തന്നെ വേണ്ടി വന്നു. ഒലീസയുടെയും വൽവർഡെയും ഷോട്ടുകളെല്ലാം നേരിയ വ്യത്യാസത്തിലാണ് പുറത്തേക്ക് പോയത്. സമനിലയും പിന്നാലെ എക്സ്ട്രാ ടൈമും കണക്കുകൂട്ടി ആരാധകർ ഇരിക്കവേ കളിയുടെ ഗതിയാകെ മാറ്റിമറിച്ച റെഡ് കാർഡ് വന്നു. ഹാരി കെയ്നെതിരെ നടന്ന ഫൗളിൻ്റെ പേരിൽ മത്സരം നിർത്തിയിട്ടും കളി തുടർന്ന കമാവിങ്ങൾക്ക് നേരെ ടൈം വേസ്റ്റിംഗ് എന്ന കാരണം കാണിച്ച് റഫറി മഞ്ഞക്കാർഡ് ഉയർത്തുന്നു. വെറും 8 മിനിറ്റ് മുമ്പ് ആദ്യം മഞ്ഞക്കാർഡ് കണ്ട താരം ഇതോടെ പുറത്തേക്ക് നടക്കേണ്ടി വരുന്നു. ടച്ച് ലൈനിന് വെളിയിൽ അർബലോവയും കളിക്കളത്തിനകത്ത് റയൽ താരങ്ങളും റഫറിയോട് അപ്പീൽ ചെയ്തെങ്കിലും ഫലമൊന്നും ഉണ്ടായില്ല. കളിയുടെ നിർണായക സമയത്ത് റയൽ 10 പേരിലേക്ക് ചുരുങ്ങി. ഒരാളുടെ കുറവ് റയലിനെ ചെറിയ രീതിയിലൊന്നുമല്ല അലട്ടിയത്. ബയേണിൻ്റെ എണ്ണം പറഞ്ഞ അറ്റാക്കർമാർ അവസരം മുതലെടുത്ത് റയൽ ഡിഫൻസിനെ നിരന്തരം പരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ 89ാം മിനിറ്റിൽ മുസ്യാലയുടെ പാസിനെ വലയിരുത്തിച്ച് ലൂയിസ് ഡിയാസ് ബയേണിന് നിർണായക ലീഡ് നേടിക്കൊടുക്കുന്നു. ഗോൾ മടക്കാൻ 4 മിനിറ്റിൻ്റെ ഇഞ്ചുറി സമയം റയലിൽ ഉണ്ടായിരുന്നെങ്കിലും ഉപമക്കാനെയും കൂട്ടരും കോട്ട കെട്ടി കാത്തതോടെ ബലമൊന്നും ഉണ്ടായില്ല. മത്സരത്തിൻ്റെ അവസാന സെക്കൻഡിൽ ഒലീസെ കൂടി സ്കോർ ഷീറ്റിൽ പേരെഴുതിയതോടെ റയലിൻ്റെ സെമി മോഹങ്ങൾ ചില്ലുപാത്രം പോലെ വീണുടഞ്ഞു. കളി കഴിഞ്ഞിട്ടും കളിയിലെ വിവാദങ്ങൾ കെട്ടടങ്ങിയില്ല. തിരികെ ടണലിലേക്ക് മടങ്ങുന്നതിനിടെ റഫറിയോട് കയർത്തതിന് അർദ ഗുള്ളറിന് കിട്ടി ഒരു ചുവപ്പ് കാർഡ്. മിക്സഡ് സോണിൽ കളിയെപ്പറ്റിയുള്ള അഭിപ്രായമായി ജൂഡ് ബെല്ലിംഗ്ഹാം പറഞ്ഞത് ജോക്ക് എന്നാണ്. റഫറി ചെയ്തത് അന്യായമാണെന്നും റഫറി ചെയ്തതെന്ന് എല്ലാവരും കണ്ടു എന്നുമാണ് മിലിറ്റാവോയും റുഡിഗറും പ്രതികരിച്ചത്. വിവാദങ്ങൾ കൊടുമ്പിരി കൊള്ളുമ്പോഴും എടുത്തു പറയേണ്ട പേരുകളിലൊന്ന് ഒലീസയുടേതാണ്. സ്വന്തം കാണികൾക്ക് മുന്നിൽ അയാൾ കാണിച്ച ഇന്ദ്രജാലത്തിൻ്റെ ഫലമാണ് ഈ ജയം. മാച്ച് സീൽ ചെയ്ത ഗോളിനുമപ്പുറം സീസണിലെ തൻ്റെ പീക്ക് ഫോം ഒലീസെ കളത്തിൽ പുറത്തെടുത്തതിൻ്റെ തെളിവാണ് മത്സരശേഷം അയാളെ തേടിയെത്ത മാൻ ഓഫ് ദ മാച്ച് അവാർഡ്. യൂറോപ്യൻ ഫുട്ബോളിൽ പുത്തൻ വിപ്ലവം തീർക്കുന്ന കൊമ്പനിയുടെ ബയേണിൻ്റെ കീ പ്ലെയറാണ് ഒലീസെ. ഒരു ബാലൻഡ്യോറിൽ കുറഞ്ഞതൊന്നും അയാളുടെ ഈ സീസണിന് പകരമാവില്ല. പ്രസ് മീറ്റിൽ റയലിലെ തൻ്റെ ഭാവിയെ പറ്റിയുള്ള ചോദ്യത്തിന് ഒരു കൃത്യമായ മറുപടി നൽകാൻ അർബലോവ തയ്യാറായിരുന്നില്ല. എങ്കിലും ഒരു ട്രോഫിയിലെ സീസണിന് ശേഷം റയൽ അയാളെ ആ പദവിയിൽ ഇരുത്താനുള്ള സാധ്യത വിരളമാണ്. യൂർഗൻ ക്ലോപ്പും ദിദിയർ ദേശാംസും പോലുള്ള വമ്പൻ പേരുകൾ അണിയറയിൽ ചർച്ചയ്ക്കെത്തിയിട്ടുണ്ട്. ലാലിഗയിൽ 9 പോയിന്റ് എന്ന വലിയ വ്യത്യാസം മറികടന്നാൽ മാത്രമേ അതിലെന്തെങ്കിലും മാറ്റത്തിന് സാധ്യതയുള്ളൂ. റയലിൻ്റെയും അർബലോയുടെയും ഭാവി എന്താവും? ആ ഉത്തരത്തിനായി കാത്തിരിക്കാം.